പുതിയ മെത്ത എടുക്കാ അച്ഛൻ പറഞ്ഞൊരു മെത്ത വായിച്ചതായി. ഞാൻ ഒരു വലുതോക്കി തന്നെ അങ്ങ് വായിച്ച്. എന്നിട്ട് കട്ടിലിടാത്തത് കട്ടിലേതായി പോയി. ഇതൊക്കെ നോക്കി മേടിക്കണ്ടേ അളിയാ? എനിക്കതൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് വലുത് വാങ്ങാൻ പറഞ്ഞു. ഞാൻ വലുത് വായിച്ചു. ഞാൻ വലുത് വാങ്ങും. അതൊക്കെ പോട്ടെ, നീ എന്തിനു വരാൻ പറഞ്ഞ? നിനക്കറിയാലളിയ, അടുത്ത മാസം എന്റെ കല്യാണം. അവളെ വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങി പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ പറഞ്ഞൊരു ആവേശത്തിന് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അവളെ വീട്ടിൽ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് വർക്ക് ഫ്രം ഹോം എന്നാണ്. ഉള്ള കാര്യം പറയലളിയ, അവൾക്കൊരു ഷവർമ വാങ്ങിച്ചു കൊടുക്കാൻ പോലും 10 നീ വിഷമിക്കലടാ. എടാ മറ്റൊരു കമ്പനിയുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചിലപ്പോൾ വേക്കൻസിയാണ്. ഞാൻ ചോദിച്ചിട്ട് വരാം. വിളിച്ചു പോയി. സാറേ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കേസ് പറഞ്ഞായിരുന്നു. വല്ല നടക്കും സാറേ? ഉണ്ടോ? വേക്കൻസി ഉണ്ടോ? അപ്പൊ ഇന്റർവ്യൂ വേണ്ട. തിങ്കളാഴ്ച തൊട്ട് വരാൻ പറയാം. ശരി സാർ, താങ്ക് യു സാർ. അളിയ സെറ്റ്. നിനക്ക് ഇന്റർവ്യൂ പോലും ഇല്ല, തിങ്കളാഴ്ച പോയി ജോയിൻ ചെയ്ത് വന്നു. അതങ്ങനെ ശരിയാവും? തിങ്കളാഴ്ച കല്യാണം പറഞ്ഞു. ഞാൻ പറഞ്ഞ ചൊവ്വാഴ്ച ഒന്നും പറ്റൂല. തുണിയെടുക്കാൻ പോണം, പെയിന്റിങ്ങിന് വേണ്ടി, പന്തലിന്റെ വേണ്ടി, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഞാനേ ഒറ്റ മോനാണ്, ഒറ്റ മോൻ. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലി കൂടെ പോകണമല്ലേ. എനിക്ക് എന്റെ സംസാരം ഉണ്ടല്ലേ തീരെ പിടിക്കണില്ല. കുടിക്കാൻ കെട്ട ടാങ്കിലെ കെട്ട. എനിക്കറിയാടാ, ഞാൻ കല്യാണം കഴിക്കണം നിനക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് പറഞ്ഞാ പോയി. വെളച്ചിലെടുക്കാതെ ഇടിച്ച് പോണം. അമ്മ ടാങ്ക് വിലക്ക് വെച്ചേരെ.